ഈ പ്രകൃതിയുടെ സ്വഭാവം, എൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളുണ്ട് പ്രകൃതിക്ക്. അത് മനുഷ്യനായിട്ട് മാച്ച് ചെയ്യുന്ന സമയത്ത് മാത്രമേ നമുക്കൊരു സമാധാനം ഉള്ളൊരു മനസ്സുണ്ടാവുള്ളൂ, ഒരു അവസ്ഥ ഉണ്ടാവുള്ളൂ. അതിലാദ്യം മനസ്സിലാക്കേണ്ടത്, ഈ പ്രകൃതിയിലെ ഒന്നും സംരക്ഷിച്ച് നാളത്തേന് വെക്കാറില്ല, സൂക്ഷിച്ച് വെക്കാറില്ല. സംരക്ഷിച്ചല്ല, സൂക്ഷിച്ച് വെക്കാറില്ല. നാളത്തേനെന്ന് പറഞ്ഞിട്ട് ഇപ്പം എന്ത് നടക്കുന്നു അത് നടക്കും എന്ന് പറഞ്ഞാൽ, നമുക്കിപ്പോൾ ഒരു സാധനം വീട്ടിലേക്ക് ആവശ്യമുള്ളത് ഇന്ന് വാങ്ങിയിട്ട് നമ്മളൊരു 10 ദിവസത്തേന് ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കും. പക്ഷെ അത് നമുക്ക് മനുഷ്യരിൽ മാത്രമേ ഉള്ളൂ. ശരി, പ്രകൃതിയിൽ അതില്ല. കാരണം ഒരു ഫ്രൂട്ട്സ് കണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികൾക്ക് എന്തെങ്കിലും ഒരു വിഭവം പ്രകൃതിയിൽ നിന്ന് കിട്ടിയാൽ അത് കഴിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സൂക്ഷിച്ച് വെക്കലില്ല. മൃഗങ്ങളും അത് തന്നെ, എല്ലാ ജീവികളും അത് തന്നെയാണ്. മനുഷ്യർ മാത്രമാണ് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കുന്നത്. ഈ സൂക്ഷിച്ച് വെക്കുന്നത് നാളെ എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നാളെ എന്ന് പറയുന്ന സംഭവം ആദ്യം തന്നെ ഇല്ല, ഇപ്പോഴേ ഉള്ളൂ. ഈ സംസാരിക്കുന്ന ഈ സമയത്തേ ഉള്ളൂ. അടുത്ത സമയം എന്താണെന്ന് നമുക്കറിയില്ല. നമ്മുടെ ഒരു തോന്നൽ മാത്രമാണ് അടുത്ത സമയം നമ്മൾ ജീവിക്കുമെന്നൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ പ്രാക്ടീസായി, മൈൻഡിന് ഇത് പ്രാക്ടീസ് ആയതുകൊണ്ട് നാളെ വന്നു, നാളെ കഴിഞ്ഞ് വന്നു, അങ്ങനെ വർഷങ്ങൾ വന്നു, അങ്ങനെ എൻ്റെ ആയുസ് വന്നു. അതുവരെ ജീവിച്ചിരിക്കുവാൻ വേണ്ട കാര്യങ്ങളൊക്കെ ഞാനിപ്പോൾ സൂക്ഷിച്ച് വെക്കണം. അങ്ങനെയാണ് ബാങ്ക് അക്കൗണ്ടും ഫിക്സഡ് ഡിപ്പോസിറ്റും ഒക്കെ വരുന്നത്. ശരിക്കും ഇത് നമ്മൾ ശരിക്കും റിയാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം മാത്രമേ ഉള്ളൂ, യാഥാർത്ഥ്യം ഇപ്പം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളൊരു ഇമേജിൻ ചെയ്ത് മുന്നോട്ട് കണക്കൂട്ടി വയ്ക്കുന്നതാണ്. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല, നമുക്ക് സമാധാനം ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തുമാത്രം കാര്യങ്ങൾ എങ്ങനെയൊക്കെ സൂക്ഷിച്ച് വെക്കുന്നോ അതനുസരിച്ച് നമ്മുടെ മനസ്സ് അവിടെയെല്ലാം പോയിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് സമാധാനം കിട്ടാത്തത്. നമുക്ക് ബാങ്ക് ബാലൻസും ഫിക്സഡ് ഡിപ്പോസിറ്റും അല്ലെങ്കിൽ നമ്മുടെ വിലപിടിപ്പുള്ള സാധനങ്ങൾ എന്തൊക്കെയുണ്ടോ അവിടെയെല്ലാം നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അവിടെയെല്ലാം നമ്മുടെ മനസ്സ് പോയി നിൽക്കും. അപ്പോൾ നമ്മുടെ മനസ്സ് എവിടേക്കെല്ലാം സ്പ്ലിറ്റായിപ്പോയി. അപ്പോൾ ഇതാണ് നമ്മൾ നോക്കേണ്ടത്. ശരി, അതെല്ലാം ഇരിക്കട്ടെ, അതെല്ലാം വേണ്ടതാണ്, ഇരിക്കട്ടെ. പക്ഷെ ഇപ്പോഴും എന്താ നടക്കുന്നു എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാമല്ലോ, എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് മനസ്സിലാക്കാമല്ലോ. ഈ നിമിഷം കഴിഞ്ഞിട്ടേ അടുത്ത നിമിഷമുള്ളൂ. അപ്പോൾ ഈ നിമിഷത്തിൽ ഞാൻ മരിച്ചാൽ അടുത്ത നിമിഷത്തിൽ ഞാൻ അടുത്ത നിമിഷത്തിലേക്ക് അല്ലെങ്കിൽ നാളേക്ക് സൂക്ഷിച്ച് വെച്ച സാധനങ്ങൾ എന്തു ചെയ്യും? മറ്റാരും ഉപയോഗിക്കും. ഇവിടെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇവിടെയാണ് നമ്മുടെ ഗ്രിപ്പ്, ഇവിടെയാണ് സമാധാനത്തിൻ്റെ വഴി എന്ന് പറയുന്നത്. പ്രകൃതി എങ്ങനെയാണ് നിൽക്കുന്നത്? നാളേക്കില്ല, ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, ഇപ്പോൾ നടക്കുന്നു, ഇപ്പോഴേ സംഭവമുള്ളൂ, ഇപ്പോഴേ ജനിക്കുന്നുള്ളൂ, ഇപ്പോഴേ മരിക്കുന്നുള്ളൂ, ഇപ്പോഴേ ജീവനുള്ളൂ, ഇപ്പോഴേ എന്തും നടക്കുന്നുള്ളൂ. അടുത്ത നിമിഷം ശ്വാസം എടുക്കുമ്പോൾ നമുക്ക് കിട്ടും. അങ്ങനെ